നമുക്ക് മറക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല എന്ന് സത്യമാണ്. കാരണം 20 വർഷശേഷം കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു അനുസ്മരണ യോഗം കൂടുക എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം വേദന തോന്നിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ തമാശ പറയുന്നുണ്ട്, ഗൗരവത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷെ കുറച്ചു നേരം ഞാൻ അദ്ദേഹത്തിന്റെ പുത്രിയോട് ചോദിച്ചപ്പോൾ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എവിടേക്ക് ആരൊക്കെ വിട്ടുപോകുന്നുണ്ട്, മറന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു സമൂഹമാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ ഇങ്ങേയറ്റം വരെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് ഇവിടെ കൂടുതൽ. കാരണം പുരുഷന്മാരുടെ എന്ത് വിജയത്തിന്റെ മുന്നിലും ഒരു സ്ത്രീയുടെ കൈയുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അവരാണ് നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ കുടുംബത്തിലെ ഓരോ വ്യക്തിത്വങ്ങളോടും എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. പിന്നെ ഒരു സർക്കാരിന്റെ അംഗീകാരമോ അല്ലെങ്കിൽ ഒരു സംഘടന അംഗീകാരമോ ഒരു സർക്കാർ തലത്തിൽ ഒന്നും തന്നെ കിട്ടാതെയാണ് അദ്ദേഹം നമ്മൾ ഇവിടെ വന്നത്. ആ കുടുംബത്തിനോടുള്ള കടപ്പാട് നമുക്ക് തീരാത്തതാണ്. അതുകൊണ്ട് എത്രയും 10-20 വർഷക്കാലം വൈകിയെങ്കിലും ഇത് കിട്ടുന്നത് വലിയൊരു അംഗീകാരമാണ്. അദ്ദേഹത്തിന്റെ സൽപ്രവൃത്തികളെ നമുക്ക് ഓരോ ജില്ലയിലും പ്രചരിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യ കാര്യം തന്നെയാണ്. കോഴിക്കോടിന്റെ മാനം കാത്ത ആ വലിയ മനുഷ്യനെ നമുക്ക് ഒരിക്കലും നെഞ്ചിൽ നിന്ന് അകത്താൻ പറ്റാതെ നമ്മൾ നെഞ്ചിന്റെ കൂട്ടിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അദ്ദേഹത്തിന്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും നമ്മുടെ പിന്നാലെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഉദ്ഘാടന സെക്ഷൻ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്ക് കലാപരിപാടികളോ ഓരോരുത്തരുടെ പ്രത്യേക കഴിവുകളോ മറ്റും നമുക്ക് അവതരിപ്പിക്കാൻ ഒരു വേദി ഉണ്ടാക്കാൻ 2 സെക്ഷനായിട്ട് നമുക്ക് അവതരിപ്പിക്കാമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയായിക്കോട്ടെ, എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഈ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ ആശ്വസിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും കുറേശ്ശെ പച്ചക്കറി വിത്ത് തരുണ്ടായി. ആ പച്ചക്കറി വിത്തിന്റെ കാർഡിൽ 3 നിറങ്ങളുണ്ട്. നീല നിറം, വെള്ള നിറം, പച്ച നിറം. ഈ 3 നിറങ്ങൾ തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. നീല നിറം ശുദ്ധവായു, ശുദ്ധവെള്ളം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പച്ച നിറം ഭൂമിയുടെ പച്ചപ്പ് വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ നിറം ശുചിത്വം. അപ്പൊ നമ്മൾ ഈ 3 നിറങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. ഇതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 3 നിറങ്ങൾക്ക് 3 വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യസ്തങ്ങളെ നമ്മൾ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണമെന്നാണ് ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത്. എന്താ വ്യത്യസ്തങ്ങൾ? നീല നിറം, വെള്ള നിറം, പച്ച നിറം, ചുവപ്പ് നിറം, കറുപ്പ് നിറം. എല്ലാ നിറങ്ങളെയും നമുക്ക് സ്നേഹിച്ചുകൂടി. ഇന്നിവിടെ വന്നപ്പോ ചപ്പാത്തിയും കോഴിക്കറിയും കിട്ടി, ഇഷ്ടപ്പെട്ടില്ലേ? മീൻ കറിയും ചോറാണ് ഉച്ചയ്ക്ക്, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമ്മൾ ഏത് ഭക്ഷണ രീതിയായാലും ഏത് നിറമായാലും നമ്മളെ സ്നേഹിക്കുക, വ്യത്യസ്തങ്ങളെ സ്നേഹിക്കുക എന്നാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, ഈ റോഡിൽ വ്യത്യസ്തമായ കൊടികളുണ്ട്. നമുക്ക് വ്യത്യസ്തമായ കൊടികളെ സ്നേഹിച്ചുകൂടെ? വ്യത്യസ്തമായ മതങ്ങളുണ്ട്, നമുക്ക് അവരെ സ്നേഹിച്ചുകൂടെ? അപ്പൊ നമ്മൾ വ്യത്യസ്തങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. എല്ലാവരും നന്മയുടെ കടപ്പാട്, നമ്മൾ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ആശയം കൂടി ഞാൻ പറയുന്നു. വ്യത്യസ്തമായ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്നേഹിക്കണം. അതുപോലെ തന്നെ വ്യത്യസ്ത നിറങ്ങളെ സ്നേഹിക്കണം. പരസ്പരം ഉള്ളിന്റെ ഉള്ളിലേറ്റ് നടക്കണം. പിന്നെ പാമ്പിന്റെ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ദാസേട്ടൻ പാമ്പ് പിടുത്തക്കാരനൊന്നുമല്ലാന്ന്. സംഗതി ശരിയാണ്. ഇപ്പൊ ഞാനൊരു പാമ്പ് പിടുത്തക്കാരനായി മാറി. ഏതാണ്ട് 5-6 മാസം മുന്നേ, ഏതാണ്ട് 5-6 മാസം മുന്നേ അബ്ബാസിക്കാന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യ യോഗം കൂടിയത്. സത്യം പറയേണ്ടത് തമാശയ്ക്ക് കണക്കെടുക്കരുത്, ഞാൻ ഗൗരവമായിട്ടാ പറയുന്നത്. ഒരു മാസം മുന്നേ ഞാൻ ഇദ്ദേഹത്തിനെ കട്ടിന്റെ മുകളിൽ ചവിട്ടി ചാടിച്ചു. എന്റെ വൈഫാണ്. കാര്യം നേരം വിളിച്ചാവുന്നവരെ നിങ്ങൾ ഈ
കച്ചവടം നോക്കും ഞാൻ. അവിടെ പാമ്പ്, ഇവിടെ പാമ്പ്, തൂക്കി പിടിപ്പിക്കണ പാമ്പ്, അങ്ങനെ പല പാമ്പുകളെയും ഞാൻ കാണാം. ഇത് രാത്രി കടന്നു കഴിഞ്ഞാൽ എന്റെ കാലിന്റെ മേൽക്കൂടെയും കൈക്കൂടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? എന്റെ കാലിന്റെ മുകളിൽ കൂടെ കയറി ഒരു ചവിട്ടി നോക്കി അയ്യോന്ന് പറഞ്ഞ നിലയോടെ ഞാനല്ല, പരസ്യമായിട്ട് ഇതാ വെറുപ്പ് പറഞ്ഞാണ്. അപ്പോ ഈ ഒരു ചവിട്ട് പോലും ഞാൻ നിർത്തി നിങ്ങളുടെ കൂട്ടത്തിൽ കൂടെ കൂടിയില്ല. അത് കാരണം ഇരിക്കുന്നവരോ അബ്ബാസിന്റെയും, ഞങ്ങളൊരു വ്യക്തിയല്ല, എന്റെ സുഹൃത്താണ് അബ്ബാസ്, എല്ലാവരും എന്റെ കുടുംബത്തിൽ എല്ലാവരും, എനിക്കല്ല എന്നെ പോലെയുള്ള പല ആളുകൾക്കും പാമ്പ് എന്താണ്, ഒരു സ്നേഹമുള്ള ജീവിയാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും പാമ്പിനെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്രഗത്ഭന്മാരെ നിങ്ങൾക്ക് പറയാം, അതിനൊന്നും ഞാൻ കിടക്കുന്നില്ല. പിന്നെ എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ സംഘടന വലിയ ശക്തിയായി മാറിയാണ്, ശക്തിയായി മാറ്റണം. കാരണം ഞാനൊരു പശുവിനെ വാങ്ങി, എനിക്കൊരു 5 ലിറ്റർ പാലാ കിട്ടിയിട്ടുള്ളത്. 5 ലിറ്റർ പാല് ഞാൻ എന്റെ 35 ദിവസം കൊടുക്കുന്നു, അല്ലെങ്കിൽ 10 ലിറ്റർ 350 രൂപ കിട്ടും. എനിക്ക് ലാഭവും നഷ്ടം, ലാഭം. ഞാനതെന്തിരിക്കുന്നത്, ഒരു പാത്രമൊക്കെ എടുത്ത് പാത്രമൊക്കെ വളരെ വൃത്തിയായി കഴുകി ഒരു അടുപ്പൊക്കെ കത്തിച്ച് അത് തിളപ്പിച്ച് ഉറയാക്കി നല്ലൊരു പാത്രത്തിൽ എന്തിനും തൈരാക്കി, ലാഭം നഷ്ടം. ആ തൈര് പിറ്റേ ദിവസം ഞാൻ എന്തിരിക്കണം, നന്നായി കടഞ്ഞെടുത്ത് അത് വെണ്ണയാക്കി ഒരുക്കി നെയ്യാക്കി എനിക്കൊരു 300-350 രൂപയ്ക്ക് വിറ്റൂടെ. അപ്പൊ നമ്മളിപ്പോ കുറച്ച് പാല് കറി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നെയ്യാക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരമാവധി കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോ നമ്മൾ എന്തിരിക്കണം, കുറച്ച് പാല് കിട്ടിയത് നമ്മൾക്ക് അത് നെയ്യാക്കി വെക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ട്. അതുപോലെയാണ് നമുക്ക് നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു വേദി 2ാമത്തെ വേദിയാണ്. അപ്പൊ ഇത് നമുക്ക് ഒരുപാട് അധ്വാനിച്ചാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ അധ്വാനിച്ച്